മലപ്പുറം അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെ കാണികൾ ആക്രമിച്ച കേസിൽ അരീക്കോട് പോലീസ് മൊഴിയെടുത്തു. എസ്.പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വംശീയമായി അധിക്ഷേപിച്ചുവെന്നും അതിക്രൂരമായി ആക്രമിച്ചെന്നും ഹസൻ ജൂനിയർ പറയുന്നു. എന്നാൽ ഹസൻ ജൂനിയറാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഭവം. ന്യൂലാല പൂക്കളത്തൂരും വാസ്ക് വെള്ളേരിയും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിനിടെയാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെതിരെ ആക്രമണം നടന്നത്. കാണികളിൽ ചിലർ ബ്ലാക്ക് മങ്കി, ബ്ലാക്ക് മാൻ തുടങ്ങി വംശീയ അധിക്ഷേപം നടത്തുകയും കല്ലെടുത്തു എറിയുകയും ചെയ്തു എന്നാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഹസൻ ജൂനിയർ പ്രകോപിതനാവുകയും കാണികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തതോടെയാണ് ആക്രമണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഹസൻ ജൂനിയറെ ഗ്രൗണ്ടിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹസൻ ബെന്നയെ കാലുവെച്ച് വീഴ്ത്തി വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. കൂട്ടം കൂടി ആക്രമണത്തിന് കാണികൾ മുതിർന്നപ്പോൾ കമ്മിറ്റിക്കാരുടെ അവസരോചിത പ്രവർത്തനമാണ് ജീവൻ രക്ഷിക്കാനായതെന്നും സ്പോൺസർ പറയുന്നു. Moi c'est Hassan Junior. Voilà. Il y avait un match de Five et à Haricot. Voilà, c'est de là-bas que tout s'est passé. ഇത് കഴിഞ്ഞ 10-ാം തീയതി നടന്നൊരു ഇൻസിഡൻ്റാണ്. അരീക്കോടിനടുത്ത് ചെമ്പ്രക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 ഫുട്ബോൾ ടൂർണമെൻറ്റിനിടെ നടന്ന സംഭവമാണ്. ഈ ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ഈ ഐവറി കോസ്റ്റ് താരത്തെ എതിർ ടീമിൻ്റെ ആരാധകരായ ഒരു കൂട്ടം ആളുകൾ റേഷ്യലായിട്ട് ഹരാസ് ചെയ്തു. ആദ്യം ഹരാസ് ചെയ്തപ്പം ഈ ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ഈ കളിക്കാരൻ അത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അയാളെ കല്ലെടുത്ത് തലക്കെറിഞ്ഞു. അപ്പോൾ തലക്കെറിഞ്ഞ സമയത്ത് അയാൾ തിരിഞ്ഞു വന്നപ്പോൾ സമയത്ത് ഇയാൾ ആക്രമിക്കുകയാണുണ്ടായത്. ആക്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഗ്രൗണ്ടിൽ ഉടനീളം ഓടിച്ചിട്ടടിക്കുകയാണ് ചെയ്തത്. കമ്മിറ്റിക്കാർ അസൗചിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കളിക്കാരന് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇവരൊക്കെ വളരെ പേടിയിലാണിപ്പോൾ. ഇത്തരത്തിലുള്ള ഓഡിയൻസ് ഇങ്ങനെ ഇടപെടുന്നത് മൂലം വിദേശ കളിക്കാരായ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ഈ നടപടിയെടുത്ത് ഈ പ്രശ്നത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആൾറെഡി ഈ കളിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അരീക്കോട് സ്റ്റേഷനിൽ ഇവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ. മലപ്പുറം എസ്.പിക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് അരീക്കോട് പോലീസ് മൊഴിയെടുത്തു. വിദേശ കളിക്കാരാകെ ഭയപ്പാടിലാണെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഐവറി കോസ്റ്റ് എംബസിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.